നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാർ മേഖലയിൽ ഒരു കാട്ടാന കൂടി ചരിഞ്ഞു. 15 വയസ്സ് പ്രായമുള്ള പിടിയാന ചരിഞ്ഞത് തച്ചങ്കരി എസ്റ്റേറ്റിൽ. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മൂന്നാറിൽ ചരിഞ്ഞത് 3 കാട്ടാനകൾ. അടിമാലി മേഖലയിൽ 4 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്ക്. മരിച്ചത് ഉമ്മൻചാണ്ടി കോളനി സ്ഥാപകൻ കരിമ്പൻ ജോസ്. പീരിമേട് മത്തായി കൊക്കയ്ക്ക് സമീപം കിണറ്റിൽ പുരുഷ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് മാസങ്ങളുടെ പഴക്കം. ചെറുതോണിയിൽ സമാന്തര സർവീസ് ചോദ്യം ചെയ്ത ഓട്ടോറിക്ഷ തൊഴിലാളികളെ ജീപ്പ് ഇടിപ്പിച്ചതായി പരാതി. ചെറുതോണിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക്. വാർത്തകൾ വിശദമായി. മൂന്നാർ മേഖലയിൽ ഒരു കാട്ടാന കൂടി ചരിഞ്ഞു. ചിന്നക്കനാൽ തച്ചങ്കരി എസ്റ്റേറ്റിലാണ് 15 വയസ്സ് പ്രായമുള്ള പിടിയാനയെ ഇന്ന് ചത്ത നിലയിൽ കണ്ടെത്തിയത്. മൂന്നാർ മേഖലയിൽ ചരിയുന്ന 3ാമത്തെ കാട്ടാനയാണിത്. രാവിലെ ജോലിക്ക് പോകുന്നതിനെത്തിയ തൊഴിലാളികളാണ് ചിന്നക്കനാൽ വിലക്ക് ഭാഗത്ത് ഫാത്തിമ മാതാ സ്കൂളിന് സമീപത്തായി എസ്റ്റേറ്റിലേക്കുള്ള ഗേറ്റിൽ ചാരിയിരിക്കുന്ന രീതിയിൽ ആനയുടെ ജഡം കണ്ടത്. തുടർന്ന് ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. രാത്രിയിൽ സോളാർ വേലിയിൽ നിന്നും വൈദ്യുതാഘാതമേറ്റതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ സോളാർ വേലിയിൽ തുടർച്ചയായി വൈദ്യുതി കടത്തിവിടുവാൻ പാടില്ലെന്നിരിക്കെ വൈദ്യുതി ലൈനിൽ നിന്നുള്ള വൈദ്യുതി തുടർച്ചയായി നേരിട്ട് സോളാർ വേലികളിൽ കടത്തിവിടുന്നതായി ആക്ഷേപവും ശക്തമാണ്. മാത്രവുമല്ല, ആനത്താരയിലാണ് ഫെൻസിംഗ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും പതിറ്റാണ്ടുകളായി ഇവിടെ താമസമാക്കിയ ആദിവാസികൾ പറയുന്നു. ഒരു മാസത്തിനുള്ളിൽ മറയൂർ, മൂന്നാർ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലായി 3 കാട്ടാനകളാണ് ചെരിഞ്ഞത്. 3 ആഴ്ചയ്ക്ക് മുമ്പ് മൂന്നാറിൽ എസ്റ്റേറ്റിൽ എത്തിയ കാട്ടാനയെ JCB ഉപയോഗിച്ച് വിരട്ടിയോടിക്കുകയും ഇത് എസ്റ്റേറ്റിന് സമീപത്ത് ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് മറയൂരിൽ പാറയിൽ നിന്നും വഴുതി വീണ് മറ്റൊരാനയും ചത്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും റോഡരികിലുള്ള എസ്റ്റേറ്റ് ഗേറ്റിന് മുമ്പിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അടിമാലി മേഖലയിൽ 4 വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. കഞ്ഞിക്കുഴി ഉമ്മൻചാണ്ടി കോളനി സ്ഥാപകൻ കരിമ്പൻ ജോസാണ് മാങ്കുളത്ത് ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞ് മരിച്ചത്. ഇന്നലെ രാവിലെ 7:30 കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ 5ാം മൈലിന് സമീപം കാർ വനത്തിലേക്ക് മറിഞ്ഞെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 20 അടിയോളം താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത്. ഈ വാഹനം റോഡിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നതിനിടെ സമീപത്തായി ടോറസ് ലോറിയും ജീപ്പും കൂട്ടിയിടിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. വൈകിട്ട് മാങ്കുളത്ത് ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കഞ്ഞിക്കുഴി ഉമ്മൻചാണ്ടി കോളനി സ്ഥാപകൻ കരിമ്പൻ ജോസാണ് മരിച്ചത്. കുറത്തിക്കുടി ട്രൈബൽ സെറ്റിൽമെന്റ് കോളനി സ്വദേശികളായ ജയേഷ്, ബൈജു, കണ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുറത്തിക്കുടിയിൽ നിന്നും 60ാം മൈലിൽ പള്ളിയിൽ പോയി തിരികെ വരുന്ന വഴി 6ാം മൈലിൽ പാലത്തിൽ നിന്നും പുഴയിലേക്ക് തലകീഴായി ജീപ്പ് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ തലയ്ക്ക് പരിക്കേറ്റ ജയേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അയച്ചു. ദേശീയപാതയിൽ കല്ലാർ കമ്പിലൈന് സമീപം ടെമ്പോ ട്രാവലർ റോഡിൽ നിന്നും തെന്നിമാറിയെങ്കിലും യാത്രക്കാർ രക്ഷപ്പെട്ടു. കണ്ണൂർ സ്വദേശികൾ മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് തിരികെ പോകുന്ന വഴിയാണ് അപകടം. ഫയർഫോഴ്സ് എത്തിയാണ് വാഹനം തിരികെ റോഡിലെത്തിച്ചതും. കരിമ്പൻ ജോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സംസ്ഥാനത്തെ ഏക കോളനിയാണ് കഞ്ഞിക്കുഴി ഉമ്മൻചാണ്ടി കോളനി. കോൺഗ്രസ് നേതാവായിരുന്ന കരിമ്പൻ ജോസ് ആയിരുന്നു ഈ കോളനിയുടെ സ്ഥാപകൻ. ഇന്ന് മാങ്കുളത്തുണ്ടായ അപകടത്തിൽ കരിമ്പൻ ജോസ് വിടവാങ്ങിയതോടെ കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത് ഒരു പ്രദേശത്തിന്റെ ചരിത്രമാണ്. ഒരു കാലത്ത് ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിന്റെ ജ്വലിക്കുന്ന മുഖമായിരുന്നു കരിമ്പൻ ജോസ്. ജോസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 37 ആദിവാസി കുടുംബങ്ങൾക്കായി കഞ്ഞിക്കുഴി മഴുവടിയിൽ കോളനി അനുവദിച്ചത്. കരിമ്പൻ ജോസാണ് ഈ കോളനിക്ക് ഉമ്മൻചാണ്ടി കോളനി എന്ന് പേരിട്ടത്. കോളനിക്ക് തന്റെ പേരിട്ടതിൽ പരിഭവിച്ച് ഉമ്മൻചാണ്ടിയും ജോസും തമ്മിൽ ഏതാനും നാൾ പിണങ്ങിയിരിക്കുകയും ചെയ്തു. പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. പക്ഷേ അപ്പോഴേക്കും ജോസ് കോൺഗ്രസ് വിട്ടിരുന്നു. സുവിശേഷ വൃത്തി സ്വീകരിച്ചു. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി തന്റെ പേരിലുള്ള കോളനി സന്ദർശിക്കാനെത്തുമ്പോൾ സദസ്സിൽ കരിമ്പൻ ജോസും ഉണ്ടായിരുന്നു. സദസ്സിൽ നിന്ന് ജോസിനെ മുഖ്യമന്ത്രി വേദിയിലേക്ക് ക്ഷണിച്ചു. തലയും താടിയും നരച്ച ജോസ് വേദിയിലെത്തി. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ജോസ് ഇടപെട്ടപ്പോൾ ജോസിന്റെ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് സദസ്സിലും വേദിയിലും ചിരി പടർത്തി. ഉമ്മൻചാണ്ടി കോളനിയുടെ സ്ഥാപകൻ വാഹനാപകടത്തിൽ വിട പറഞ്ഞു. കരിമ്പൻ ജോസിന്റെ വേർപാട് ഉമ്മൻചാണ്ടി കോളനിയെയും പഴയ സുഹൃത്തുക്കളെയും കണ്ണീരിലാഴ്ത്തി.
പീരുമേട് മത്തായിക്കൊക്കയ്ക്ക് സമീപം കിണറ്റിൽ യുവാവിന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് മാസങ്ങൾ പഴക്കമുണ്ട്. പീരുമേട് മത്തായിക്കൊക്കയിൽ നിന്ന് 200 മീറ്ററോളം ഉള്ളിലായാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ കാട് മൂടിക്കിടന്ന പറമ്പിലെ പൊട്ടക്കിണറ്റിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. വിദേശ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പുരയിടം. ഏറെക്കാലമായി സ്ഥലമുടമ ഇവിടെ വരാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ ഉടമ പറമ്പ് വെട്ടിത്തെളിക്കാൻ തുടങ്ങി. ഇതിനിടയിലാണ് കിണറ്റിനുള്ളിൽ ഒരു ജീൻസ് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുഖം മണ്ണിൽ താഴ്ന്ന അവസ്ഥയിലായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. അഴുകിയ അവസ്ഥയിലായിരുന്നു മൃതദേഹം. 4 മാസം മുമ്പ് മത്തായിക്കൊക്ക ഭാഗത്ത് ഒരു ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പിന്നീട് ബൈക്ക് മാവേലിക്കര സ്വദേശിയുടേതാണെന്ന് കണ്ടെത്തി. ഇവിടെ നിന്ന് ഒരാളെ കാണാതായതായി മാവേലിക്കര പോലീസിൽ പരാതിയുണ്ട്. ഇതും മൃതദേഹം കണ്ടെത്തിയ സംഭവവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. സമാന്തര സർവീസ് ചോദ്യം ചെയ്ത ഓട്ടോറിക്ഷ തൊഴിലാളികളെ ജീപ്പ് ഇടിപ്പിച്ചതായി പരാതി. ചെറുതോണിയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. പ്രതിഷേധ സൂചകമായി ചെറുതോണിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തി. ചെറുതോണി ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ അമ്പാട്ടുകുന്നേൽ മനോജ്, എട്ടാമിടത്തിൽ ശങ്കർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതോണിയിൽ നിന്നും മണിയാറൻകുടിയിലേക്ക് ജീപ്പുകൾ സമാന്തര സർവീസ് നടത്തിയിരുന്നു. 40ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സർവീസിനെ സമാന്തര സർവീസ് ബാധിച്ചിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ ഞവരക്കാട്ട് എന്നു പേരിലുള്ള ജീപ്പ് ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആളുകളെ കയറ്റിയത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തടഞ്ഞു. ദേഷ്യത്തിൽ ജീപ്പ് ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തപ്പോഴാണ് 2 ഡ്രൈവർമാർക്ക് പരിക്കേറ്റത്. പുള്ളി ട്രിപ്പ് അടിക്കായിരുന്നു. മണിയാറൻകുടിയിൽ നിന്ന് വന്ന പ്രൈവറ്റ് വണ്ടിയാണ് ജീപ്പ്. അപ്പം ട്രിപ്പ് അടിച്ചപ്പോൾ ഞങ്ങൾ ചെന്ന് അത് ട്രിപ്പ് അടിക്കാൻ വെച്ചാൽ ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടി രാവിലെ മതി വന്ന് കിടക്കുക എന്ന് പറയുകയും ആ പുള്ളി വികാരപരമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പം ആൾക്കാർ ഇറങ്ങിപ്പോയി ജീപ്പിന്. പുള്ളി പുറത്തേക്ക് മാറിപ്പോയിട്ട് ഞങ്ങൾ അറിയാതെ ഓർക്കാപ്പുറത്ത് വന്ന് വണ്ടി എടുത്ത് വീശിയെടുത്ത് ഇടിച്ചിടുകയായിരുന്നു. എന്നിട്ട് ആ വണ്ടി നല്ല സ്പീഡിലായിട്ടാണ് പോയത്. സമാന്തര സർവീസുകൾ തങ്ങളുടെ ജീവിതമാർഗം ഇല്ലാതാക്കുകയാണെന്നും ബസ് സർവീസ് വരെ ഇതുമൂലം നിർത്തലാക്കിയെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. 40ഓളം ഓട്ടോറിക്ഷ ഇവിടെ ഓടി ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 500 രൂപയ്ക്ക് പോലും ഒരു ദിവസം പോലും വാഹനം ഓടാത്ത ദിവസങ്ങളാണ് ഈ മഴക്കാലം പ്രമാണിച്ച് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് മണിയാറൻകുടിയിൽ നിന്നുള്ള ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ജീപ്പുകളും അടക്കം ഇതിലൂടെ സമാന്തര സർവീസ് നടത്തുകയും മണിയാറൻകുടിക്ക് ഉണ്ടായിരുന്ന 2 ബസ് പോലും ഈ സമാന്തര സർവീസ് മൂലം നിർത്തലാക്കി കിടന്നിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ വഞ്ചിക്കോളമായിട്ടുള്ള ആൾക്കാരെ ഇവര് ട്രിപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്ന കാരണം 20 രൂപയുടെ ഓട്ടം പോലും ഞങ്ങൾക്ക് ഇവിടുത്തെ ഓട്ടോക്കാർ കിട്ടുന്നില്ല. നിരവധി തവണ പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും പരാതിയുമായി പോയെങ്കിലും ഇവർക്കെതിരെ നടപടിയില്ല എന്നും തൊഴിലാളികൾ പറഞ്ഞു. നമ്മൾ മാസ് പരീക്ഷ ഞങ്ങൾ പല പ്രാവശ്യം കൊടുത്ത ഇപ്പം സ്റ്റേഷനിൽ അതിന്റെ ഒരു കൂമ്പാരം തന്നെ കാണും. വണ്ടി അതായത് ട്രിപ്പ് അടിക്കുന്ന വണ്ടിയുടെ നമ്പർ സഹിതമാണ് ഞങ്ങളിപ്പം കൊടുത്തിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിലും അറിയിച്ചിട്ടുണ്ട്. അവരും അവരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രതിഷേധ സൂചകമായാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തിയത്. സംഭവത്തിൽ നടപടികൾ സ്വീകരിക്കുകയും സമാന്തര സർവീസുകൾ ഇല്ലാതാക്കുകയും ചെയ്യാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ചേറ്റുകുഴിയിൽ നടക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2 ദിവസങ്ങളിലായാണ് ചേറ്റുകുഴിയിൽ വെച്ച് നടക്കുന്നത്. സംസ്ഥാന സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പോടെ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന പ്രദേശമായി ചേറ്റുകുഴി വളരുകയാണ്. ഇന്ത്യയുടെ അഭിമാന താരം കെസിയ വർഗീസ് എന്ന അന്തർദേശീയ താരത്തിലൂടെ സൈക്ലിംഗിലേക്ക് കാലൂന്നിയ ചേറ്റുകുഴി ഇന്ന് ഒരുപാട് ദേശീയ ചാമ്പ്യന്മാർക്കും സംസ്ഥാന ചാമ്പ്യന്മാർക്കും ജില്ലാ ചാമ്പ്യന്മാർക്കും ജന്മം നൽകി കഴിഞ്ഞു. കെസിയയ്ക്കൊപ്പം നാഷണൽ താരങ്ങളായ ആതിര മോഹനൻ, ആഷിൻ സൂസൻ ജോസഫ് എന്നിവർ ചേറ്റുകുഴിയുടെ അഭിമാനമാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് സെലക്ഷൻ ലഭിച്ച 400ഓളം താരങ്ങളും 100ഓളം ഒഫീഷ്യൽസും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. 12-ാം തീയതി രാവിലെ 10 മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ശരിക്കും ഈ മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും സാഹസികമായ ഒരു മത്സര ഇനമാണ്. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ, ഏറ്റവും കുന്നും കുഴിയും നിറഞ്ഞ, ഏറ്റവും ദുർഘടം പിടിച്ച പാതയിലൂടെയുള്ള സാഹസികമായ ഒരു മത്സരമാണ്. ഈ സംസ്ഥാന മത്സരത്തിൽ ഏതാണ്ട് 500ഓളം കുട്ടികൾ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഈ മത്സരത്തിൽ പങ്കെടുക്കും. ആയിരക്കണക്കിന് കാണികളെ, 50-ൽ പരം ജഡ്ജിമാർ, VPകൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ്.
ഉദ്ഘാടന സമ്മേളനത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി റജി അധ്യക്ഷയായിരിക്കും. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി, ES ബിജിമോൾ MLA, റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുച്ചിത്രേസ്യ പൗലോസ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ, കേരള സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി സഞ്ജയ് കുമാർ IFS, കേരള സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് VK ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് മാനങ്കേരിൽ, സണ്ണി തള്ളിയിൽ, മോൻസി മഠത്തിൽ, ഉദയൻ കൊച്ചുപറമ്പിൽ, കൊച്ചറ മോഹനൻ എന്നിവർ പങ്കെടുത്തു. നിർദ്ദിഷ്ട മലയോര ഹൈവേയിൽ വീണ്ടും വനംവകുപ്പിന്റെ ഇടപെടൽ. മലയോര ഹൈവേ കടന്നുപോകുന്ന മാങ്കുളം പെരുമ്പൻകുത്തിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. വീണ്ടും ഒരു ജനകീയ പ്രക്ഷോഭത്തിന് കളമൊരുക്കിയാണ് നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നുപോകുന്ന മാങ്കുളം പെരുമ്പൻകുത്തിൽ വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ചെക്ക് പോസ്റ്റിന് സമീപത്തായി വനംവകുപ്പിന്റെ എയ്ഡ് പോസ്റ്റും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മലയോര ഹൈവേയിലെ എളംപ്ലാശ്ശേരിയിൽ കലുങ്ക് പൊളിച്ചതിനെ തുടർന്ന് MP ജോയ്സ് ജോർജ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇടപെടുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്ത് ഏറെ നാളുകൾക്ക് ശേഷമാണ് മലയോര ഹൈവേയുടെ കാര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും പ്രകോപനപരമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കുറത്തിക്കുടി ആദിവാസി മേഖലയിലേക്കുള്ള പ്രവേശന ഭാഗത്താണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. കാട്ടാനയടക്കമുള്ള വന്യജീവികൾ വിഹരിക്കുന്നതിനാൽ ആദിവാസികളല്ലാത്തവരെ വനത്തിനുള്ളിലേക്ക് കടത്തിവിടാനാവില്ലെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. മാങ്കുളത്തോട് ചേർന്ന് കിടക്കുന്ന ആനക്കുളത്തേക്ക് കാടിനുള്ളിലൂടെ പോകാനെത്തുന്ന സഞ്ചാരികളെയും വനംവകുപ്പ് വിലക്കിയിട്ടുണ്ട്. 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പഴയ ആലുവ മൂന്നാർ റോഡാണ് നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായി നവീകരിക്കാൻ ധാരണയായിരിക്കുന്നത്. ഈ പാതയിലാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ ഇടപെടൽ. വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നിടം മുതൽ കുറത്തിക്കുടി വരെയുള്ള 8 കിലോമീറ്റർ ദൂരം റോഡ് 8 മീറ്റർ വീതിയിൽ മാങ്കുളം ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്ത് വനംവകുപ്പിന് പണം കൈമാറിയിട്ടുള്ളതാണെന്നും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് വനംവകുപ്പ് നടത്തിയിരിക്കുന്നതെന്നുമാണ് പ്രദേശവാസികളുടെ വാദം. ഇത് നൂറുകണക്കിനായിട്ടുള്ള ആദിവാസി ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നുപോകുന്ന റോഡാണിത്. ഇപ്പോൾ ഇവർ ചെക്ക് പോസ്റ്റ് എന്ന പേരിൽ ആളുകളെ വാഹനങ്ങൾ വരുന്ന ആളുകളെ തിരിച്ചുവിടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും ഈ ചെക്ക് പോസ്റ്റ് ഇവിടെ സ്ഥായിയായി നിലനിർത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇതിനെതിരായിട്ടുള്ള സംയുക്ത സമരസമിതി രൂപീകരിച്ച് വലിയ തോതിലുള്ള പ്രക്ഷോഭ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് വനംവകുപ്പ് നീക്കിയില്ലെങ്കിൽ തങ്ങൾ സ്വമേധയാ ചെക്ക് പോസ്റ്റ് നീക്കം ചെയ്യുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഭൂരഹിതരായ ആദിവാസികൾ 1791 ദിവസങ്ങളായി ഇടുക്കി കളക്ടറേറ്റിൽ നടത്തിവരുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഏകതാ പരിഷത്ത് കളക്ടറേറ്റ് പടിക്കൽ സത്യാഗ്രഹ സമരം നടത്തി. ഏകതാ പരിഷത്ത് സ്ഥാപകൻ ഡോക്ടർ PV രാജഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചാംകുട്ടിയിൽ നിന്നും കുടിയിറക്കപ്പെടുകയും ജയിൽവാസം വരെ അനുഭവിക്കുകയും ചെയ്ത ആദിവാസികളാണ് കഴിഞ്ഞ 1791 ദിവസമായി ഇടുക്കി കളക്ടറേറ്റ് പടിക്കൽ സമരം നടത്തി വരുന്നത്. ഭരണമാറ്റമുണ്ടാകുമ്പോഴെങ്കിലും തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുമെന്ന ആദിവാസികളുടെ വിശ്വാസത്തിന് ഏറ്റവും തിരിച്ചടിയായിരുന്നു സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയം. സർക്കാരിന്റെ ഈ നയങ്ങളിൽ പ്രതിഷേധിച്ചും കളക്ടറേറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആദിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ഏകതാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. പദയാത്ര ഗാന്ധി എന്നറിയപ്പെടുന്ന ഡോക്ടർ PV രാജഗോപാൽ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഈശ്വരൻ ഉണ്ടാക്കിയ സ്വത്തിന്റെ അധികാരം ഈശ്വരന്റെ എല്ലാ മക്കളും. ഇതൊരു തെറ്റായ പരിപാടിയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ കാർ ഞങ്ങൾ വെക്കാൻ ശരി സമ്മതിച്ചു, ഞങ്ങൾ ഉണ്ടാക്കിയ വീടും ഞങ്ങൾ വെക്കാം. പക്ഷെ ഈശ്വരൻ ഉണ്ടാക്കിയ ഭൂമി, ഈശ്വരൻ ഉണ്ടാക്കിയ വെള്ളമൊക്കെ കുറെ ആൾ തട്ടിയെടുത്ത് മറ്റൊരിടത്ത് നിങ്ങൾക്കൊന്നുമില്ല പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനോട് ചെയ്യുന്ന വലിയ തെറ്റല്ലേ. ഏകതാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മോൻസൺ വളകോട്, സുരേഷ് ജോർജ്, സതീഷ് കുമാർ, രാജേശ്വരി അമ്മ, വരുൺ ആലപ്പാട്ട്, ബാബു അറക്കൽ, രാജു സേവ്യർ, PA ജോണി തുടങ്ങിയവർ സംസാരിച്ചു. വൻകിട കുത്തകകളെ സഹായിക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്നതെന്ന് DYFI ജില്ലാ പ്രസിഡന്റ് KP സുമോദ്. DYFI നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട ജാഥയുടെ സമാപന സമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവലിബറൽ നയങ്ങളെ ചെറുക്കുക, മതനിരപേക്ഷതയുടെ കാവലാളുക എന്നീ മുദ്രാവാക്യമുയർത്തി DYFI സ്വാതന്ത്ര്യദിനത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ പ്രചരണാർത്ഥമുള്ള കാൽനട ജാഥയ്ക്കാണ് കട്ടപ്പനയിൽ സ്വീകരണം നൽകിയത്. DYFI ജില്ലാ സെക്രട്ടറി നിശാന്ത് വി ചന്ദ്രൻ ക്യാപ്റ്റനായ ജാഥ ഇന്നലെ ഉപ്പുതറിൽ നിന്നുമാണ് ആരംഭിച്ചത്. ഈ രാജ്യത്തെ സാധാരണക്കാരായ കർഷകനും കൃഷിക്കാരനും അവന്റെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള വിദ്യാഭ്യാസ വായ്പ, ആ വായ്പ കുടിശ്ശികയായത് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി റിലയൻസ് എന്ന് പറയുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനിയെ ചുമതലപ്പെടുത്തി. ഒരു വശത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് എണ്ണമഴിഞ്ഞ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് രാജ്യത്തെ സാധാരണക്കാരന്
വീണ്ടും വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നയങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് സ്വരാജ്, ലെപ്പക്കട, കാഞ്ചാർ, 20 ഏക്കർ എന്നിവിടങ്ങളിലെ സ്ഥിരങ്ങൾക്ക് ശേഷം കട്ടപ്പനയിൽ സമാപിച്ചു. സൗത്ത് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അജോമോൻ, KSB യൂണിയൻ സ്റ്റേറ്റിന് വേണ്ടി TM മണേഷ്, സ്വരാജ് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി റിൻസ് ഫിലിപ്പ്, SFI ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ആൽബി, ഓട്ടോസാക്ഷി യൂണിയൻ സ്റ്റേറ്റിന് വേണ്ടി ജോമോൻ, DVFI നോർത്ത് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി TJS കേണർ, കല്യാണത്തിന്റെ യൂണിയൻ കമ്മിറ്റിക്ക് വേണ്ടി ബിൻസ്മോൻ മതിയോ. സമാപന സമ്മേളനം DVFI ജില്ലാ പ്രസിഡന്റ് KP സുമോദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള നയങ്ങളല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റും ഇതിനു മുമ്പ് ഈ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമെല്ലാം നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചിരിക്കുന്ന നയം നവലിബറൽ നയങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളല്ല എന്ന് നമുക്ക് കാണാവുന്നത്. ED അനൂപ് അധ്യക്ഷനായിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ വൈസ് ക്യാപ്റ്റന്മാരായ രമ്യ റനീഷ്, മാനേജർ PP സുമോദ്, R പഷോഫ്, രാജീവ് സന്തോഷ് കുമാർ, V ഷൈൻ, MS ശരത്, ജിബിൻ മാത്യു, TGM രാജു, എബി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന മേട്ടുകുഴി റോഡ് പ്രതിഷേധ സൂചകമായി നാട്ടുകാർ സഞ്ചാരയോഗ്യമാക്കി. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡാണ് നാട്ടുകാർ മക്കിട്ട് നികത്തിയത്. കട്ടപ്പനയിൽ നിന്നും വളരെ എളുപ്പത്തിൽ വണ്ടമേട് വഴി കുമളിയിലെത്താൻ കഴിയുന്ന റോഡാണ് കട്ടപ്പന മേട്ടുകുഴി മാലി റോഡ്. എന്നാൽ റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിരവധി സമരങ്ങളും നിവേദനങ്ങളും നൽകിയിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അധികൃതർ തയ്യാറായില്ല. റോഡിന്റെ ശോച്യാവസ്ഥ കഴിഞ്ഞ ദിവസം HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. ബന്ധപ്പെട്ട് HCNകാർ വന്ന വാർത്ത വേണ്ടപ്പെട്ട അധികാരികളുടെ പിന്നിൽ എത്തിക്കുകയും അതിനുള്ളൊരു തുടർ നടപടി എന്ന നിലയ്ക്ക് ആണിപ്പോൾ ഈ പരിപാടി നടക്കുന്നത്. ഒരു വാഹനങ്ങളുണ്ട്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും തൊഴിലാളികളും എല്ലാം സഞ്ചരിക്കുന്ന ചെറു വണ്ടികളും വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഓടുന്ന ഒരു റൂട്ടാണ് അമ്പലക്കാല മേട്ടുക്കുഴി മാലി വണ്ടമേട് കൂടിയുള്ള ഈ റോഡ്. നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് കുഴികൾ നികത്തിയത്. പ്രദേശവാസികളായ അജേഷ് ചാഞ്ചാനി, ജോസ് പുരയിടം, CB വിനു, NS രാജപ്പൻ, ജോബിറ്റ് പൂതക്കുഴി, ശശി പുത്തേട്ട്, സുബി തുടങ്ങിയവരാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ മുൻകൈയെടുത്തത്. പത്തുചെയിലിൽ പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം സമർപ്പിച്ചു. ES ബിജിമോൾ MLAയുടെ നേതൃത്വത്തിൽ പത്തുചെയിൻ സംയുക്ത സമരസമിതിയാണ് സർക്കാരിന് നിവേദനം സമർപ്പിച്ചതെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, കാഞ്ചാർ മേഖലകളിലെ പത്തുചേനിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടിയേറ്റ കൈവശാവകാശ കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം നൽകി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരസമിതി രക്ഷാധികാരി ES ബിജിമോൾ MLAയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, റവന്യൂ, വൈദ്യുതി വകുപ്പ് മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചത്. നിവേദക സംഘത്തിൽ MLAയ്ക്കൊപ്പം സമരസമിതി ചെയർമാൻ AL ബാബു, ജനറൽ കൺവീനർ VR ശശി, ട്രഷറർ TS ഗോപിനാഥപിള്ള, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോയി ഇഴക്കുന്നേൽ, PN വിനോദ്, MA ലാലിച്ചൻ, തോമസ് കിഴക്കേമുറി, ജേക്കബ് തോപ്പിൽ എന്നിവർ പങ്കെടുത്തു. നിവേദക സംഘത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രിമാർ അനുഭാവപൂർണമായി പരിഗണിക്കുകയും അനുകൂലമായ നിലപാടുകൾക്കായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പുതല ഉദ്യോഗസ്ഥന്മാരെയും സമരസമിതി ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് ചർച്ചയിലൂടെ ആവശ്യത്തിന് പരിഹാരം കാണാമെന്ന് നിവേദക സംഘത്തിന് ഉറപ്പു നൽകിയതായും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകാം എന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയും അതിന്റെ തടസ്സങ്ങൾ ഒഴിവാക്കി തരാമെന്ന് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗം വിളിക്കാമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും നിവേദക സംഘത്തിന് ഉറപ്പു നൽകി. അതാണ് ഞങ്ങളുടെ ആത്മസംതൃപ്തി. സംയുക്ത സമരസമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പത്തുചെയിൻ മേഖലയിലെ കുടുംബങ്ങളുടെ വിവരശേഖരണ കണക്കെടുപ്പനുസരിച്ച് 2467 വീടുകളിലായി 2859 ഹെക്ടർ സ്ഥലങ്ങളിൽ 5343 ജനങ്ങൾ അധിവസിക്കുന്നതായി കണ്ടെത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സമരസമിതി ചെയർമാൻ AL ബാബു, ജനറൽ കൺവീനർ VR ശശി, സെക്രട്ടറി KJ ജോസഫ്, TS ഗോപിനാഥപിള്ള, PN വിനോദ്, തോമസ് കിഴക്കേമുറി, രാജേഷ് സുകുമാരൻ, ജേക്കബ് തോപ്പിൽ എന്നിവർ പങ്കെടുത്തു. ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം ക്യാമ്പയിന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ ഫീൽഡ് സർവേ ആരംഭിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ സർവേ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരള മിഷൻ നേതൃത്വം നൽകുന്ന മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം ക്യാമ്പയിന്റെ ഭാഗമായാണ് ഫീൽഡ് സർവേ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ 13,000 വീടുകളിൽ സർവേ നടത്തും. 50 വീടുകൾക്ക് 2 പേർ എന്ന നിലയിൽ സർവേ ടീമും രൂപീകരിച്ചു. ഓരോ വീട്ടിലെയും ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് സർവേയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഗാർഹിക ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ലഘുലേഖകളും സർവേ ടീം വിതരണം ചെയ്യും. ഓഗസ്റ്റ് 13-ന് സർവേ പൂർത്തിയാകും. വാർഡ് തല ക്രോഡീകരണം നടത്തിയതിനു ശേഷം സ്വാതന്ത്ര്യദിനത്തിൽ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപനം മുനിസിപ്പൽ തലത്തിൽ നടത്തും.
ഏതാണ്ട് 13,000-ഓളം വരുന്ന ഭവനങ്ങളിൽ എത്തി അവരുടെ ആ വീടുകളിലെ വേസ്റ്റ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും അതിനുശേഷം എല്ലാ വാർഡിലും 34 വാർഡിലും ആ വിവരങ്ങൾ ക്രോഡീകരിച്ചതിന് ശേഷം 15-ാം തീയതി ശുചിത്വ സായാഹ്നം എന്നുള്ള പേരിൽ നടക്കുന്ന പ്രോഗ്രാമിൽ വെച്ച് സമ്പൂർണ്ണ ശുചിത്വ പരിപാടികളിലേക്ക് നമ്മൾ നഗരസഭ കടക്കുന്നു എന്നുള്ളതിൻ്റെ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്നുള്ള പ്രഖ്യാപനം കട്ടപ്പന നഗരസഭയുടെ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. പാറക്കടവിൽ നടന്ന സർവേയുടെ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ എൽസമ്മ കലയത്തിനാൽ അധ്യക്ഷത വഹിച്ചു. എലിസബത്ത് മേരിദാസൻ, സുജാത രാജു, ഷീല ശശിധരൻ, രാജി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വർഷങ്ങളായി അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന താന്നിമൂട് തേവാരംമെട്ട് റോഡ് പുനർനിർമ്മിക്കുന്നു. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം 12-ാം തീയതി ആനക്കല്ലിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 4,30,00,000 രൂപ ചെലവഴിച്ചാണ് നെടുങ്കണ്ടം താന്നിമൂട് തേവാരമെട്ട് റോഡ് പുനർനിർമ്മിക്കുന്നത്. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം 12-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ആനക്കല്ലിൽ മന്ത്രി എം മണി നിർവഹിക്കും. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും തകർന്നു കിടക്കുന്ന റോഡാണ് താന്നിമൂട് തേവാരമെട്ട് റോഡ്. 20 വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഈ റോഡിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും കാര്യമായി നടക്കാതിരുന്നതിനാൽ തകർന്ന നിലയിലായിരുന്നു. ആയിരക്കണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോമ്പയാർ, ആനക്കല്ല്, പാലാർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർക്ക് താലൂക്കാസ്ഥാനമായ നെടുങ്കണ്ടത്ത് എത്തിച്ചേരാനുള്ള വഴിയാണിത്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം നിലവിലുണ്ടായിരുന്ന ബസ് സർവീസുകൾ പോലും നിർത്തിവച്ചിരുന്നു. നാട്ടുകാർ ചേർന്ന് രൂപം നൽകിയ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനമൈത്രി ബസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. താന്നിമൂട് തേവാരമെട്ട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടക്കുന്നതോടുകൂടി തമിഴ്നാട്ടിലെ അവിടുത്തെ ഭരണസാരഥികളുമായിട്ട് ബന്ധപ്പെടാൻ ബഹുമാനപ്പെട്ട MP ജോയ്സ് ജോർജുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ശ്രമിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും തേനി MPയുമായിട്ടും തമിഴ്നാട്ടിലെ മന്ത്രിസഭാംഗങ്ങളുമായിട്ടുമെല്ലാം ബന്ധപ്പെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനും ഉതകുന്ന രീതിയിലുള്ള ഉദ്ഘാടന സമ്മേളനം നടത്തണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. താന്നിമൂട്ടിൽ നിന്ന് ആനക്കല്ല് വരെയുള്ള 8 കിലോമീറ്റർ ദൂരമാണ് പുനർനിർമ്മിക്കുന്നത്. ഇത് 5.5 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്തും. നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജ്ഞാനസുന്ദരം അധ്യക്ഷനായിരിക്കും. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ, ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റ് PN വിജയൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രിൻസ് ആനിക്കൽ, ജോസ് തിട്ടയിൽ, KK സോമൻ, D ജയപ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സെബാസ്റ്റ്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നമ്മൾ അനുസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു പരിധിയാണ് ഉള്ളത്. കോഴിമുട്ടയാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മൾ എപ്പോഴും കഴിക്കുന്നത്. എങ്കിലും ഇന്ന് അതിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഒരുപാട് പച്ചക്കറികളും അതുപോലെ കോഴി വളർത്തലും ഹൈടെക് രീതിയിലുള്ള കൂടുകളൊക്കെ വന്നതോടുകൂടി ഒരുപാട് ആളുകൾ കോഴി വളർത്തലിലോട്ടൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇനി കുട്ടികളിൽ ഇത് പ്രോത്സാഹനം വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ ആവശ്യം. 2017-2018 സാമ്പത്തിക വർഷത്തിലെ സ്കൂൾ പൗൾട്രി സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള 50 കുട്ടികളെ തിരഞ്ഞെടുത്താണ് കോഴിക്കുഞ്ഞുങ്ങളെ നൽകിയത്. ഓരോ കുട്ടിക്കും 5 കോഴിയും 2 കിലോ തീറ്റയും 30 മില്ലി വിരമരുന്നുമാണ് നൽകിയത്. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിനും നവമാധ്യമങ്ങളിൽ അടിമകളാകുന്ന യുവതലമുറയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് കാർഷിക വൃത്തിയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് MK ഓമന, PTA പ്രസിഡന്റ് VK സോമൻ, MA സുരേഷ്, ഡോക്ടർ ലാൽജി മാത്യു, ബിനുമോൾ PG, സൗമ്യ M, KJ മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പുതറ 9 ഏക്കർ വാട്ടർ ടാങ്ക് ചോർന്നൊലിക്കുന്നു. ഇതുമൂലം ഈ പ്രദേശത്ത് കുടിവെള്ള വിതരണവും താറുമാറായിരിക്കുകയാണ്. ഉപ്പുതറ 9 ഏക്കർ നിവാസികൾക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും കുടിവെള്ളം കിട്ടാക്കനിയാണ്. ഈ പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെയാണ് മിക്കവാറും ആശ്രയിക്കുന്നത്. ഇവർക്കായി വാട്ടർ അതോറിറ്റി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് 9 ഏക്കറിലെ വാട്ടർ ടാങ്ക്. ഇത് വർഷങ്ങളായി ചോർന്നൊലിക്കുകയാണ്. അടുത്തിടെ ഇതിന്റെ ചോർച്ച വർദ്ധിക്കുകയും ചെയ്തു. ഉപ്പുതറയിലെ പമ്പ് ഹൌസിൽ നിന്നും അടിക്കുന്ന വെള്ളം ടാങ്കിലെത്തിയ ശേഷം ചോർന്നൊലിച്ച് റോഡിലൂടെ ഒഴുകി നഷ്ടപ്പെടുകയാണ്. വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന ടാങ്ക് വൃത്തിയാക്കിയിട്ട് തന്നെ വർഷങ്ങളായി. ഈ വിഷയം സംബന്ധിച്ച് ബന്ധപ്പെട്ട മേലധികാരികൾക്ക് പരാതികൾ പ്രദേശവാസികൾ കൊടുത്തിട്ടുണ്ട്. ഈ ടാങ്കിൽ നിന്ന് 100 കണക്കിന് ഹൗസ് കണക്ഷനുകൾ 9 ഏക്കർ കോളനിയിലെ ജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ജലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭീമമായ തുക മാസാമാസം ബില്ലടയ്ക്കേണ്ട ഗതികളിലാണ് ഇവിടുത്തെ ജനങ്ങൾ. വരുന്ന വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ
ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കണമെങ്കിൽ ഈ സ്റ്റോറേജ് ടാങ്ക് പൊളിച്ച് നല്ല രീതിയിൽ തന്നെ ജലം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയോടുകൂടിയുള്ള ടാങ്ക് പണിതെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ടാങ്ക് ചോർന്നൊലിക്കുന്നത് കാരണം പല കുടുംബങ്ങൾക്കും കുടിവെള്ളം ലഭിക്കാറില്ല. ടാങ്കിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് പലതവണ ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ടാങ്ക് നന്നാക്കാൻ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ബ്രാഞ്ച് ആഗസ്റ്റ് 12-ാം തീയതി പ്രവർത്തനം ആരംഭിക്കും. സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പുതിയ ബ്രാഞ്ചിന് ഉദ്ഘാടനം നിർവഹിക്കും. 4.5 പതിറ്റാണ്ട് പിന്നിടുന്ന തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് വളർച്ചയുടെ പാതയിലാണ്. അതിനൂതന ബാങ്കിംഗ് സംവിധാനങ്ങളോടുകൂടി പൊതുജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളിൽ സുതാര്യമായ വായ്പാ പദ്ധതികളിലൂടെയും ആകർഷകമായ നിക്ഷേപ പദ്ധതികളിലൂടെയും സഹകാരികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാൻ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിന്റെ മേലേച്ചിന്നാർ ശാഖ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഇടുക്കി എംഎൽഎ റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരിക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി എം.എം. മണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി എംപി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൌലോസ്, KSRTC ഡയറക്ടർ ബോർഡ് അംഗം CV വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത്, പ്രൈമറി ബാങ്ക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ബാങ്കിന്റെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ആരംഭിക്കുന്ന ഒരു ബാങ്കിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ലഭ്യമാകുന്ന രീതിയിൽ വിശാലമായ ഷോറൂമോടുകൂടി നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് മേലേച്ചിന്നാർ ബ്രാഞ്ച്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം ശ്രീ റോഷി അഗസ്റ്റിൻ MLA അധ്യക്ഷതയിൽ കൂടുകയും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ M.M. മണി അവർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെയും ബൗണ്ടറിയായി ഈ പ്രദേശത്തെ മുഴുവൻ പൊതുജനങ്ങളെയും ഒന്നാകെ അണിനിരത്തിക്കൊണ്ട് വമ്പിച്ച രീതിയിലുള്ള ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ്. മേലേച്ചിന്നാർ ശാഖയുടെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ രാജേഷ് അടിമാലി അവതരിപ്പിക്കുന്ന വൺമാൻ ഷോയും പ്രണവം മ്യൂസിക്കൽ ഇവന്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KP സുരേന്ദ്രൻ, സജി പെരുമ്പള്ളിൽ, ജെനീസ് ജേക്കബ്, KU വിനു, PG ചന്ദ്രൻ, സ്വാഗത സംഘം ഭാരവാഹികളായ ടോമി തെങ്ങുംപള്ളി, ഷൈൻ തോമസ്, ജോബിൻ മൈക്കിൾ എന്നിവർ പങ്കെടുത്തു. എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗവും ക്യാഷ് അവാർഡ് വിതരണവും നടക്കും. ആഗസ്റ്റ് 11-ാം തീയതി കട്ടപ്പനയിൽ നടക്കുന്ന പരിപാടി ജിജി തോംസൺ IAS ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിലുള്ള ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലെ എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച് SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകും. സൊസൈറ്റിയുടെ 3000-ഓളം A ക്ലാസ് അംഗങ്ങളുടെ മക്കളിൽ നിന്നും പ്രവർത്തന പരിധിയിൽപ്പെട്ട എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച അംഗങ്ങളല്ലാത്തവരുടെ മക്കളിൽ നിന്നും അർഹരായവർക്കാണ് അനുമോദനവും ക്യാഷ് അവാർഡും നൽകുന്നത്. 312 കുട്ടികൾക്കാണ് നാളെ നടക്കുന്ന ചടങ്ങിൽ ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത്. മുൻവർഷങ്ങളിലൊക്കെ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം വരെ 3000-ഓളം A ക്ലാസ് അംഗങ്ങളുള്ള സൊസൈറ്റിയുടെ അംഗങ്ങളുടെ കുട്ടികൾക്ക് മാത്രമാണ് കൊടുത്തിരുന്നത്. എന്നാൽ മലയോര ജില്ലയായ ഇടുക്കിയിലെ കുട്ടികൾക്ക്, മിടുക്കന്മാരായ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവരെ സഹായിക്കാനും സാമ്പത്തികമായി സഹായിക്കാനും അനുമോദിക്കാൻ കൂടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളെ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന പാരിഷ് ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടത്തപ്പെടുന്നത്. നാളെ കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ ഉച്ചയ്ക്ക് 1:30 ചേരുന്ന അനുമോദന യോഗത്തിൽ സംഘം പ്രസിഡന്റ് VD എബ്രഹാം അധ്യക്ഷനായിരിക്കും. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ IAS ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജോൺ നെല്ലിക്കുന്നേൽ, ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷേർലിയസ്, കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ ജേക്കബ് ചാത്തനാട്ട്, ഹെഡ് മാസ്റ്റർ ഡൊമിനിക് ജേക്കബ്, വൈസ് പ്രസിഡന്റ് ബിജു ജേക്കബ്, സെക്രട്ടറി ജോസഫ് AJ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ VD എബ്രഹാം, ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ, K ജോസഫ് എന്നിവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിലിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞു. പമ്പ് ഹൌസിലെ മോട്ടോറുകൾ കേടായതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം. അയ്യപ്പൻകോവിലിൽ കുടിവെള്ളം മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ അയ്യപ്പൻകോവിൽ കുടിവെള്ള പദ്ധതിയിലെ മോട്ടോറുകൾ സ്ഥിരമായി കേടാകുന്നതാണ് ഇവിടെ കുടിവെള്ളം പതിവായി മുടങ്ങാൻ കാരണം. മോട്ടോർ കേടായി കുടിവെള്ളം മുടങ്ങിയിട്ടിപ്പോൾ 3 ദിവസം കഴിഞ്ഞു. 1000-ഓളം ഹൌസ് കണക്ഷനുകളും അത്ര തന്നെ പൊതുടാപ്പുകളുമുള്ള പദ്ധതിയിലാണ് കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. കുടിവെള്ളം മുടങ്ങിയതോടെ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് ഉപഭോക്താക്കൾ. പമ്പ് ഹൌസിൽ 2 മോട്ടോറുകളുണ്ട്. ഇതിലൊരെണ്ണം നേരത്തെ തന്നെ കേടായിരുന്നു. രണ്ടാമത്തെ മോട്ടോറാണ് ഇപ്പോൾ 3 ദിവസം മുമ്പ് കേടായത്. 2 മോട്ടോറും പ്രവർത്തിക്കാതായതോടെ പ്രദേശത്തെ ജനങ്ങൾ കുടിവെള്ളത്തിനായി പരക്കം പായുകയാണ്. പ്രത്യക്ഷത്തിൽ 1000-ഓളം കണക്ഷനും പരോക്ഷമായിട്ട് അതിലേറെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോണിത്തുരയിലെ പമ്പ് ഹൗസിലെ മോട്ടോർ കേടായിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 2 മോട്ടോറുള്ളതിൽ ഒരെണ്ണം കേടായിട്ട് മാസങ്ങളോളമായി. 2 മോട്ടോർ ഒന്നിച്ച് നന്നാക്കുവാണെങ്കിൽ ഒരെണ്ണം കേടാകുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് എടുത്തു വെക്കാൻ വേണ്ടി സ്പെയറായിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാവും. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണോ കെടുകാര്യസ്ഥയാണോ എന്താണെന്നുള്ളൊരു അറിയത്തില്ല. അതോ ഭരണത്തിലുള്ള ആൾക്കാരെ മനഃപൂർവ്വം ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉദ്യോഗസ്ഥരും മനഃപൂർവ്വം പെരുമാറുന്ന പ്രവർത്തനമാണെന്ന് അറിയത്തില്ല.
ആദ്യം കേടായ മോട്ടോർ നന്നാക്കാതെ അധികൃതർ പമ്പ് ഹൌസിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ മോട്ടോറും കൂടി കേടായ ശേഷമാണ് രണ്ടും കൂടി നന്നാക്കാൻ കൊണ്ടുപോയത്. വാട്ടർ അതോറിറ്റി അധികൃതരുടെ കെടുകാര്യസ്ഥതയും കാലഹരണപ്പെട്ട പമ്പിംഗ് സിസ്റ്റവുമാണ് കുടിവെള്ള വിതരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കുടിവെള്ളം കിട്ടാതായതോടെ പണിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ. മാട്ടുകെട്ട, തോണിത്തടി, മേരികുളം, അയ്യപ്പൻകോവിൽ, വെള്ളിലാങ്കണ്ടം എന്നിവിടങ്ങളിലെ ഹോട്ടൽ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചാണ് സ്ഥാപനം നടത്തുന്നത്. കുടിവെള്ളം മുടങ്ങിയതോടെ ഹോട്ടലുകളും കോഫി ബാറുകളുമെല്ലാം അടച്ചുപൂട്ടുന്ന അവസ്ഥയാണ്. അടിയന്തരമായി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. സ്വകാര്യ കേബിൾ കമ്പനികൾ റോഡിന് കുറുകെ എടുത്തിരിക്കുന്ന കുഴികൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. കട്ടപ്പന കുട്ടിക്കാനം റോഡിലാണ് കുഴികൾ അപകടം വിതയ്ക്കുന്നത്. കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ വിവിധ സ്ഥലങ്ങളിലാണ് റോഡ് മുറിച്ച് കേബിൾ ഇട്ടിരിക്കുന്നത്. റോഡ് കുറുകെ മുറിച്ച ശേഷം മണ്ണിട്ട് മൂടുക മാത്രമാണ് കരാറുകാർ ചെയ്തത്. മഴ ആരംഭിച്ചതോടെ മണ്ണ് ഒലിച്ചുപോയി കുഴികൾ വലുതാവുകയും ഇതുവഴിയുള്ള വാഹനയാത്ര ദുഷ്കരമാവുകയും ചെയ്തു. കേബിൾ ഇടാൻ കുഴിയെടുത്താൽ റോഡ് പഴയപടി ആക്കണമെന്നാണ് നിയമമെങ്കിലും ഇതെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. കുഴിയുടെ വ്യാപ്തി വർദ്ധിച്ചതോടെ അപകടങ്ങളും തുടർക്കഥയായി മാറി. മേരികുളം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തെ കുഴിയാണ് കൂടുതലും അപകട ഭീഷണിയായുള്ളത്. സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഇരുചക്ര വാഹനങ്ങളാണ് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതിലേറെയും. ഞങ്ങളുടെ സ്കൂളിന്റെ പരിസരത്തുകൂടി കടന്നു പോകുന്ന ഈ റോഡിൽ ഒരു സ്വകാര്യ കേബിൾ കമ്പനി അവരുടെ ആവശ്യത്തിന് വേണ്ടി റോഡ് കുറുകെ മുറിക്കുകയും അതിലൂടെ കേബിൾ കൊണ്ടുപോവുകയും ചെയ്തു. അതുവഴിയായിട്ട് ഉണ്ടായ ആ ഒരു വിടവ് അത് നികത്തുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് നികത്തിയത് പര്യാപ്തമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നിരവധി സ്കൂൾ കുട്ടികൾക്കും മറ്റു വാഹനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ട് അത് സൃഷ്ടിക്കുകയാണ്. എല്ലാ ദിവസവും ഇവിടെ ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും വന്ന് കുഴിയിൽ ചാടുകയും അപകടങ്ങൾ പതിവായിട്ട് നടക്കുകയും ചെയ്യുന്നു. വളവുകളിലും കയറ്റങ്ങളിലുമാണ് കരാറുകാരൻ റോഡിന് കുറുകെ കുഴിയെടുത്തിരിക്കുന്നത്. കുഴിയെടുത്തപ്പോൾ തന്നെ നാട്ടുകാർ എതിർത്തിരുന്നെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയാണ് കുഴികൾ എടുത്തത്. അടിയന്തരമായി കുഴി മൂടാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയ വിരവമുക്തി ദിനത്തിന്റെ നഗരസഭാ ഉദ്ഘാടനം കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സെബാസ്റ്റ്യൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിര എന്ന ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിലാണ് അത് ഉടലെടുക്കുന്നത്. അതായത് നമ്മുടെ തന്നെ ആ ഒരു ദിനചര്യ അല്ലെങ്കിൽ ശീലത്തെ ആസ്പദമാക്കിയാണ് ഈ വിരശല്യം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്നത്. ഈ വിരകൾ പ്രധാനമായിട്ട് ഒരു 3 തരമുണ്ട്. ഹുക്വം, വിപ്വം, പിന്നെ റൗണ്ട് വം എന്ന് പറയും. ഈ 3 വിരകൾക്ക് എതിരെയായിട്ട് നമ്മളൊരു ടാബ്ലറ്റാണ് ഈ ഒരു ദിവസം കൊടുക്കുന്നത്. ദേശീയ വിരവിമുക്തി ദിനത്തിന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള 1 മുതൽ 19 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വിരഗുളികകൾ വിതരണം ചെയ്തു. വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന വിരവിമുക്തി ദിനാചരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മെജോ മഹേഷ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫ്രാൻസിസ്, സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജെസി മരിയ, സിസ്റ്റർ ടെസിലിൻ, സിസ്റ്റർ മാരിയറ്റ്, സിസ്റ്റർ മേഴ്സി, സിസ്റ്റർ ബെറ്റി, സിസ്റ്റർ മേബിൾ എന്നിവർ സംസാരിച്ചു. 1.5 പതിറ്റാണ്ടായി ചികിത്സ നടത്തിയിരുന്ന വ്യാജ ഡോക്ടറെ ആനവച്ചാലിൽ നിന്ന് പിടികൂടി. ആനവച്ചാലിൽ ദൈവസഹായം ക്ലിനിക്ക് നടത്തിവന്ന വ്യാജ അലോപ്പതി ഡോക്ടർ S ബാലചന്ദ്രനെയാണ് വെള്ളത്തൂവൽ പോലീസ് പിടികൂടിയത്. വെള്ളത്തൂവൽ SI S ശിവലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് ഇയാളെ പിടികൂടിയത്. 2013 മുതലാണ് ആനച്ചാൽ ടൗണിലെ മൂന്നാർ റോഡിലുള്ള ഷാജൻ എന്നയാളുടെ കെട്ടിടത്തിൽ അലോപ്പതി ചികിത്സ നടത്തിയിരുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ രേഖകളൊന്നും കണ്ടെത്താനായില്ല. പ്രീഡിഗ്രിയും ടൈപ്പ് റൈറ്റിംഗും പഠിച്ചിട്ടുള്ളതായി ഇയാൾ പോലീസിനോട് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ചികിത്സ നടത്തി വന്നിരുന്നതായാണ് വിവരം. തമിഴ്നാട്ടിലും ചികിത്സ നടത്തിയിട്ടുണ്ട്. കുടുംബസമേതമാണ് ആനച്ചാലിൽ താമസിച്ചു വന്നിരുന്നത്. റെയ്ഡിൽ അഡീഷണൽ SI KD ചാക്കോ, ASI സോമൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിൻഡോ തോമസ്, വനിതാ CPO ലിനിത എന്നിവർ പങ്കെടുത്തു. ഉപ്പുതറയിൽ വിരമരുന്ന് വിതരണം നടന്നു. ദേശീയ വിരനിർമ്മാർജ്ജന ദിനത്തോടനുബന്ധിച്ചാണ് മരുന്ന് വിതരണം ചെയ്തത്. ആരോഗ്യം നമുക്ക് നിലനിൽക്കണമെങ്കിലും ആരോഗ്യം ഉണ്ടാകണമെങ്കിലും നമ്മുടെ ശരീരത്തെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ ശുചിത്വം നമ്മൾ നല്ല നിലയിൽ തന്നെ ശുചിത്വപരമായ കാര്യങ്ങൾ ചെയ്യുകയും ഒപ്പം എന്താണ് നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നിലനിൽക്കൂ. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനപരമായിട്ട് നമുക്ക് ഭീഷണിയാകുന്നതിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വ്യത്യസ്തമായ പല കാരണങ്ങളുണ്ട്.
കേരളത്തിൽ വിരബാധിതരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യവകുപ്പ് സൗജന്യമായി വിരമരുന്ന് വിതരണം ചെയ്യുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് 5 മുതൽ 19 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് മരുന്ന് നൽകിയത്. വിരമരുന്ന് വിതരണത്തിന്റെ കട്ടപ്പന ബ്ലോക്ക് തല ഉദ്ഘാടനം ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂളിലാണ് നടന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗം ജി ഷാജി മരുന്ന് വിതരണം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ റെനി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലെപ്രസി ഓഫീസർ വൈ മോഹനൻ, എം മാടസ്വാമി, ടിൻസി പി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന 10ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം 25 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലോ കാഞ്ചിയാർ വികസന വിദ്യാഭ്യാസ കേന്ദ്രത്തിലോ ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ് മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. മറയൂരിൽ സർക്കാർ അനുവദിച്ച ഭൂമിയിൽ ആദിവാസികൾക്ക് ദുരിത ജീവിതം. കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയിൽ കാട്ടാനകളെ പേടിച്ച് ജീവിതം തള്ളി നീക്കുകയാണ് ഈ ആദിവാസി കുടുംബങ്ങൾ. നേർക്കാഴ്ചയിലേക്ക്. 2001 മറയൂർ 100 വീട്ടിൽ 100 കുടുംബങ്ങൾക്ക് സർക്കാർ ഭൂമി പതിച്ചു നൽകിയത്. ഒരു കുടുംബത്തിന് 1.5 ഏക്കർ ഭൂമി വീതമാണ് കൊടുത്തത്. എന്നാൽ ഭൂമിയുണ്ടെങ്കിലും കൃഷി ചെയ്യാൻ ഇവർക്ക് മാർഗമില്ല. മഴയെ ആശ്രയിച്ച് മാത്രമാണ് ചിലരെങ്കിലും കൃഷി നടത്തുന്നത്. കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഒരു മാർഗമില്ല. കാരണം നല്ലൊരു ജലസേചനം ഇല്ല. അതായത് കനാൽ എല്ലാ സ്ഥലത്തിലും കൂടെ കടന്നു പോകുന്ന ഒരു കനാൽ വേണം. ആ കനാൽ മുഖേനയാണ് വെള്ളം വെച്ച് ഇവിടെ കൃഷി ചെയ്യാനുള്ള ഇത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ മഴയെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കൃഷിയെല്ലാം നടക്കുന്നത്. ആദിവാസി കുടിയിലേക്ക് ഇപ്പോഴും വാഹനം കടന്നു വരാൻ കഴിയുന്ന വഴിയില്ല. കാട്ടാനശല്യവും ഇവർക്ക് ഭീഷണിയാണ്. കാട്ടാനയുടെ ആക്രമണം ഭയന്ന് വീടിന് മുകളിൽ കുടിൽ കെട്ടിയാണ് ഈ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത്. നിർമ്മിതി കേന്ദ്രയാണ് ആദിവാസി ഊരിൽ വീടുകൾ നിർമ്മിച്ചത്. എന്നാൽ ഇപ്പോഴും പല വീടുകളുടെയും പണി പാതി വഴിയിലാണ്. അസൗകര്യങ്ങൾക്ക് നടുവിൽ കഴിഞ്ഞ പലരും ഇവിടം വിട്ടുപോയി. പോകാൻ മറ്റൊരു ഇടമില്ലാത്തവർ ഇപ്പോഴും ദുരിത ജീവിതം പേറി ഇവിടെ കഴിയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. കുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ദ കാർഡം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് ഏലക്കലയിലൂരം ആകെലോട്ട് 263, വിൽപ്പനയ്ക്ക് വന്നത് 49,720, വിൽപ്പന നടന്നത് 48,937. കൂടിയ വില 1,501, ശരാശരി വില 1,036. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 580, ഏലം കൂടിയത് 1,020, ഏലം ശരാശരി 940, കാപ്പിപ്പരിപ്പ് 122, ഗ്രാമ്പു 600, കൊക്കോ 32, റബ്ബർ 122. സ്വർണ്ണ വിപണി സ്വർണം ഗ്രാമിന് 2,695, വെള്ളി 60. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാർ മേഖലയിൽ ഒരു കാട്ടാന കൂടി ചരിഞ്ഞു. 15 വയസ്സ് പ്രായമുള്ള പിടിയാന ചരിഞ്ഞത് തച്ചങ്കരി എസ്റ്റേറ്റിൽ. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മൂന്നാറിൽ ചരിഞ്ഞത് 3 കാട്ടാനകൾ.
അടിമാലി മേഖലയിൽ 4 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്ക്. മരിച്ചത് ഉമ്മൻചാണ്ടി കോളനി സ്ഥാപകൻ കരിമ്പൻ ജോസ്. പീരിമേട് മത്തായി കൊക്കയ്ക്ക് സമീപം കിണറ്റിൽ പുരുഷ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് മാസങ്ങളുടെ പഴക്കം. ചെറുതോണിയിൽ സമാന്തര സർവീസ് ചോദ്യം ചെയ്ത ഓട്ടോറിക്ഷ തൊഴിലാളികളെ ജീപ്പ് ഇടിപ്പിച്ചതായി പരാതി. ചെറുതോണിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.